ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ ഹൈജീൻ ആൻഡ് സെക്യൂരിറ്റി അവയർനെസ് ആണ്. ഓക്കെ, എന്താണ് ഒരു സൈബർ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയണത്. ഓക്കെ, സൈബർ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് മെഷേഴ്സ്. അത് ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു ഓർഗനൈസേഷനെയോ അതിൻ്റെ ഡിജിറ്റൽ എൻവയോൺമെൻറ്റിനെ സെക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു സൈബർ ഹൈജീൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രാക്ടീസ് മെഷർ ആയിരിക്കും, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് അതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് യൂസറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓൺലൈൻ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സൈബർ ഹൈജീൻ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, സോ സൈബർ ഹൈജീനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സൈബർ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റെഗുലേഷൻസ് ആൻഡ് പ്രാക്ടീസസിനെയാണ് നമ്മൾ സൈബർ ഹൈജീൻ എന്ന് പറയാം. ജസ്റ്റ് ലൈക്ക് നമ്മൾ നോർമലി നമ്മുടെ ഡേ ഇൻ ലൈഫിൽ വി ഹാവ് എ ഹൈജീൻ ദാറ്റ് വി ഫോളോ, അതേപോലെ തന്നെയാണ് സൈബർ ഹൈജീൻ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിൽ വാട്ട് ഓൾ തിങ്സ് വി നീഡ് ടു ഫോളോ, അതിനെയാണ് സൈബർ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ അറ്റാക്സ് എന്തൊക്കെയാണുള്ളതെന്ന് പറയാം. ഒന്ന് ഫിഷിംഗ് അറ്റാക്ക്, ഒന്ന് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, റാൻസം വയർ, DDoS, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്, ഇൻട്രൂഷൻസ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്കാണ്. ഓക്കെ, അത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഇമെയിൽസുകളോ ടെക്സ്റ്റ് മെസ്സേജസുകളോ ഫോൺ കോൾസോ വെബ്സൈറ്റ്സോ ഒക്കെ വെച്ചിട്ട് പീപ്പിളിനെ, നമ്മുടെ മനുഷ്യന്മാരെ ട്രിക്ക് ചെയ്യും. ഓക്കെ, എന്തിന്? നമ്മുടെ സെൻസിറ്റീവായ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാവും ചില മെയിലുകളൊക്കെ വന്നിട്ട് ഫ്രീ ആണ്, ഇന്ന് 10 ദിവസം കൂടി ഉള്ളൂ, വേഗം ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഓഫർ പോകും, വേഗം ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ മെയിലുകൾ വരും, ഫ്രോഡുലന്റ് മെയിൽസ്. സോ അതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണ്? നമ്മുടെ സെൻസിറ്റീവ് ഡാറ്റ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു അറ്റാക്കർ ഒരു ഫിഷിംഗ് മെയിൽ അയക്കുന്നു ടാർജറ്റിലേക്ക്. ടാർജറ്റ് എന്ത് ചെയ്യും? വിക്ടിം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫിഷിംഗ് ലിങ്കിലൂടെ കയറി നമ്മുടെ ഫേക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, അതിൽ ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നു. ഓക്കെ, ഹാക്കർ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് എടുക്കുന്നു. ഹാക്കർ അതിൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ, വിക്ടിമിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒറിജിനൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ആ പ്രൈവറ്റ് ഇൻഫർമേഷൻ വെച്ച് ആക്സസ് ചെയ്യുന്നു. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്, മിറ്റ് എം എന്നൊക്കെ പറയും, മിറ്റ് എം എന്നൊക്കെ പറയും. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അതെന്താണെന്ന് വെച്ചാൽ അറ്റാക്കർ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. അതായത് രണ്ട് പാർട്ടികളും സംസാരിക്കുന്ന ഇടയിൽ കൂടെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മിഡിൽ മാൻ എന്നൊക്കെ വിളിക്കില്ല. അതേപോലെ അറ്റാക്കർ നമ്മുടെ കോൺവെർസേഷൻസ് എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിത്തൗട്ട് അവരുടെ നോളജ് ഇല്ലാണ്ട് തന്നെ ഇടയിൽ കയറി കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഇടയിൽ കയറി അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയാം. അത് നമ്മൾ ഒളിഞ്ഞ് കേൾക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അറ്റാക്കർ ക്യാൻ ഈവ്സ്ഡ്രോപ്പ്, മാനിപ്പുലേറ്റ് ഓർ സ്റ്റീൽ ഡാറ്റ ബീങ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ വിക്ടിം ആൻഡ് ദ ലെജിറ്റിമേറ്റ് സർവീസ്. വെബ്സൈറ്റോ ബാങ്കോ മെസ്സേജിങ് ആപ്പോ തമ്മിൽ നമ്മളിപ്പോൾ ഒരു സാധനം, നമ്മൾ ചിലപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മളൊരു ഗേറ്റ് വേയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ പിന്നൊക്കെ കൊടുത്ത് നമ്മളത് ഡാറ്റ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവും, മണി ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളെന്ത് ചെയ്യും? ഇതൊക്കെ കേട്ട് നിന്ന് മനസ്സിലാക്കി ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡാറ്റ സ്റ്റീൽ ചെയ്യും. അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോൾ നോർമലി ഒരു യൂസറും ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ഒറിജിനൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് അറ്റാക്ക് ഒരു ന്യൂ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഹാക്കർ ആയിരിക്കും ആ കണക്ഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക? മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക. സോ വാട്ട് ഓൾ തിങ്സ് അത് പുള്ളി ആ വിക്ടിം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഹിയർ ചെയ്ത് അവർ പോലും അറിയാണ്ട്, ആ ഒരു കണക്ഷൻ അറിയാണ്ട് തന്നെ എടുക്കുന്ന ഒരു പ്രൊസസ്സാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റാൻസം വെയർ. അതൊരു പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, മാൾവെയർ ആണ്. ഓക്കെ, നോട്ട് എ സോഫ്റ്റ്വെയർ, ഇറ്റ്സ് എ മാൾവെയർ, മലേഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അത് യൂസറിൻ്റെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചോദിച്ചാൽ ഡിമാൻഡ് ചെയ്യും, ഇത് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ബി ഡൺ ടു റീസ്റ്റോർ ദി ആക്സസ്. തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രോസസ്സിനാണ് റാൻസം വെയർ എന്ന് പറയുക. അതൊരു ടൈപ്പ് ഓഫ് മലേഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, മാൾവെയർ ആണ്. അത് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും? ലോക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഡിമാൻഡ് ഫോളോ ചെയ്താൽ മാത്രമാണ് ആ ആക്സസ് തിരിച്ച് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതാണ് റാൻസം വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എന്ത് ചോദിച്ചാൽ ഒരു മെയിൽ അറ്റാച്ച്മെൻറ്റ് വഴിയോ ഒരു പെൻഡ്രൈവ് വഴിയോ ഒരു വെബ്സൈറ്റ് ത്രൂവോ അത് കൊടുക്കും. ആ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫെക്റ്റ് ചെയ്ത് വെക്കും. ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ ഡാറ്റയും PC-യുടെ എല്ലാ ഇൻഫർമേഷൻസും ലോക്ക് ചെയ്ത് വെക്കും. സോ പൈസ കിട്ടിയ ശേഷം മാത്രമാണ്, റാൻസം മീൻസ് മണി. ഓക്കെ, മണി ഡിമാൻഡ് ചെയ്തിട്ട് ആ ഡാറ്റ അൺബ്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് റാൻസം വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്, DDoS അറ്റാക്ക്. ഓക്കെ, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്കോ ഒരു നെറ്റ്വർക്കിലേക്കോ ഒരുപാട് ട്രാഫിക് സെൻഡ് ചെയ്യുകയാണ്, ഓവർലോഡ് ഓഫ് ട്രാഫിക് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? അത് അൺഅവൈലബിൾ ആവും. ആ പ്രോസസ്സിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് DDoS അറ്റാക്ക് ഉണ്ടാവും. ഒരു ഫെസ്റ്റീവ് സൈഡിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ
ക്രാഷായി, വെബ്സൈറ്റ് ക്രാഷായി, ഇതെല്ലാം വർക്ക് ചെയ്യണതൊക്കെ തെറ്റായിട്ടാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അത് അടുത്തത് ഒരു മേ ബി അത് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്താ പറയുക, ഷോപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിലേക്ക് അതിനെ ഇതാക്കും. കാരണം അത്രയും ഓവർലോഡ് ഓഫ് ട്രാഫിക് അതിലേക്ക് വെബ്സൈറ്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. അത് മേക്കിംഗ് ഇറ്റ് അൺഅവൈലബിൾ. ഓക്കെ, അപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എക്സ്പീരിയൻസിൽ DDoS അറ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫെസ്റ്റിവൽ സൈഡിൽ ഒരു അറ്റാക്ക് കണക്കാണ്. അപ്പോൾ അതിൽ ഒരു കസ്റ്റമർക്ക് ഷോപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അതിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോസസ്സാണ് DDoS എന്ന് പറയുന്നത്. ഓക്കെ, ഡിനയൽ ഓഫ് സർവീസ്, ചെയ്യാൻ പറ്റുന്നില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഈസ് ഇൻട്രൂഷൻ. ഇൻട്രൂഷൻ പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അറിയാം, ഒരു അൺഓതറൈസ് ആയിട്ട് നമ്മൾ ഒരു അവകാശം കൊടുക്കാത്ത ഒരാൾ അറ്റംപ്റ്റ് ചെയ്യാണ് നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു നെറ്റ്വർക്കോ ഡാറ്റയെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഇൻട്രൂഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ബൈപാസിങ് നമ്മുടെ നോർമലായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സുകൾ ബൈപ്പാസ് ചെയ്തിട്ട് ഒരു ഡാറ്റ സ്റ്റീൽ ചെയ്യുക, ഡാമേജ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സർവീസ് മാനിപ്പുലേഷനെയാണ് നമ്മൾ ഇൻട്രൂഷൻ എന്ന് പറയുക. നമ്മൾ അനുവാദം കൂടാണ്ട് നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യാനോ ഡാമേജ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ വരുന്ന ഒരു പ്രോസസ്സിനാണ് ഇൻട്രൂഷൻ എന്ന് പറയാം. നമുക്ക് പലതരത്തിലുള്ള ഇൻട്രൂഷൻസ് ഉണ്ട്. ഒന്ന് നെറ്റ്വർക്ക് ഇൻട്രൂഷൻ, അതായത് അൺഓതറൈസ്ഡ് ഒരു നെറ്റ്വർക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യണം. നമ്മുടെ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി, മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നെറ്റ്വർക്ക് ഇൻട്രൂഷൻ എന്ന് പറയാം. ഒരു ഫേക്ക് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്തു, ഒരു ഫ്രീ കോഫി ഷോപ്പ് വൈഫൈ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. നമ്മൾ അതിൽ കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഹാക്കർ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസുകളും പാസ്വേഡ്സും പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്ത് കൊണ്ടേക്കോളും. അതാണ് നെറ്റ്വർക്ക് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമ്മൾ പബ്ലിക് ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പബ്ലിക് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാതെ VPN, പബ്ലിക് നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് VPN, കുറച്ച് പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഫയർവാൾ എനേബിൾ ചെയ്യുക. അതായത് നമ്മുടെ മോണിറ്ററിൽ ഫയർവാൾ എനേബിൾ ചെയ്ത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ സിസ്റ്റം ഇൻട്രൂഷൻ. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്ത് ഡാറ്റ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക എന്ന പ്രോസസ്സാണ് സിസ്റ്റം ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് മെമ്മറി പാസ്വേഡ് കണ്ടുപിടിച്ച് ഉള്ളിലേക്ക് കയറി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മുടെ സോഫ്റ്റ്വെയർസും എല്ലാം ലീക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന ആ പ്രോസസ്സിനാണ് സിസ്റ്റം ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സ്ട്രോങ് പാസ്വേഡ്സ് കൊടുക്കണം, 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ കൊടുക്കണം, 2 രീതിയിലുള്ള എന്തെങ്കിലും വേറെ ഒരു ഫാക്ടർ കൂടി കൊടുക്കുക, ആൻറ്റിവൈറസ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻട്രൂഷൻ. അതായത് ഒരു വെബിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വൾണറബിലിറ്റി, അതിൻ്റെ പ്രശ്നത്തിൽ നിന്ന് നമ്മളതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് രീതിയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി വരുന്നത് ആ പ്രോസസ്സിനെയാണ് ആപ്ലിക്കേഷൻ ഇൻട്രൂഷൻ എന്ന് പറയാം. ഒരു ഹാക്കർ ഒരു മലേഷ്യസ് കോഡ് ഒരു ഓൺലൈൻ സൈറ്റിലേക്ക് ഇടുകയാണ്, അതിന് ഓൾറെഡി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ഹാക്കർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിനാണ് ആപ്ലിക്കേഷൻ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, ഇൻപുട്ട് വാലിഡേഷൻ അല്ലേ. യൂസർ ഇൻപുട്ട് എപ്പോഴും ചെയ്യുമ്പോൾ വാലിഡേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എപ്പോഴും യൂസ് ചെയ്യണം. എല്ലാ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക വിത്ത് സെക്യൂരിറ്റി പാച്ചസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അത് കുറച്ചുകൂടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഇമെയിൽ ഇൻട്രൂഷൻ. അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ആക്സസ് ചെയ്ത് നമ്മുടെ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക, മോഷ്ടിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇമെയിൽ ഇൻട്രൂഷൻ എന്ന് പറയുക. അതായത് ഒരു ഫിഷിംഗ് മെയിൽ വെച്ചിട്ട് നമ്മൾ ബാങ്ക് ആണെന്ന് പറഞ്ഞ് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്ന അങ്ങനെ ഹാക്കർ ആയിരുന്ന എല്ലാ ഡീറ്റെയിൽസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇമെയിൽ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ ഇമെയിൽ അക്കൗണ്ട്സിൽ വയ്ക്കുക. അനാവശ്യമായ അൺനോൺ സൈറ്റുകളുടെ ലിങ്കുകളിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. എപ്പോഴും തിങ്ക് ബിഫോർ ആക്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസൈഡ് ഇൻട്രൂഷൻ. അതായത് ഒരു കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾ ത്രെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ത്രെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ സ്റ്റീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഇൻസൈഡ് ഇൻട്രൂഷൻ. ഓക്കെ, ഒരു എംപ്ലോയി ആ കമ്പനിയുടെ എല്ലാ ഫയലുകളും ചോർത്തി വേറൊരു കമ്പനിയിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻസൈഡ് ഇൻട്രൂഷൻ ആണ്. അപ്പോൾ എപ്പോഴും റോൾ ബേസ്ഡ് ആക്ടിവിറ്റീസ് എപ്പോഴും വി ഷുഡ് മോണിറ്റർ ഇറ്റ് പ്രോപ്പർലി. ഇനി നമ്മൾ എങ്ങനെയാണ് സെക്യൂരിറ്റി മെഷേഴ്സ്, ഒരു സൈബർ ത്രെറ്റ്സ് എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ആൻറ്റിവൈറസ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ടൂളാണ്. എന്തിനൊക്കെയാണ്, ഒരു മാൾവെയറിനെ ഡിറ്റക്ട് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. അതിനാണ് നമ്മൾ ആൻറ്റിവൈറസ് യൂസ് ചെയ്യുന്നത്. കുറേ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, കാസ്പർസ്കൈ, AVG, മാക്കഫേ, അവിറ, അവാസ്റ്റ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ദാറ്റ് ഇസ് ഓൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്. നെക്സ്റ്റ് ഈസ് ഫയർവാൾ. ഫയർവാൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്, അത് മോണിറ്റർ ചെയ്യാനും ഇൻകമിങ് ഔട്ട്കമിങ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ നമ്മുടെ ബേസ്ഡ് ഓൺ നമ്മൾ ഓൾറെഡി കൊടുത്ത റൂൾസ് ബേസ് ചെയ്തിട്ടാണോ അത് പോകുന്നതെന്ന് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ട്രസ്റ്റഡ് ഇന്റർണൽ നെറ്റ്വർക്ക് ആൻഡ് അൺട്രസ്റ്റഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റർനെറ്റും നമ്മുടെ നെറ്റ്വർക്കും തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ ഇറ്റ് വിൽ ആക്ട് ആസ് എ ബാരിയർ ടു കൺട്രോൾ ദ ഹോൾ തിങ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യും. അതാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്റർണൽ കണക്ഷനും പുറത്തും നമ്മൾ കണക്ട് ചെയ്യുന്ന ത്രൂ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഇടയിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ വി കൻ സേ ഇറ്റ്സ് വോൾ
to act as a barrier in between them to check on the functioning, like how it is working അല്ലേ അതിനാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് IDS, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അതായത് ഇൻട്രൂഷൻ നടക്കുന്നുണ്ടോ, നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡിറ്റക്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. അതൊരു ടൂളാണ്. മോണിറ്റർ ചെയ്യുക നെറ്റ്വർക്ക് ട്രാഫിക്കും അതുപോലെ മലേഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ത്രെറ്റ് ബ്ലോക്ക് ചെയ്യുന്നില്ല, ബട്ട് അലേർട്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെയും അറിയിക്കാനുള്ള പ്രോസസ്സ് ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് പറ്റും. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് എപ്പോഴും ഒരു ഐഡിയസ് ഉണ്ടാവും. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ടാവും, ഒരു ഫയർ ഉണ്ടാവും, റൂട്ടർ ഉണ്ടാവും, കണക്ഷൻ ഇന്റർനെറ്റ് ഉണ്ടാവും. ഈ രീതിക്ക് പോയാൽ ഇറ്റ് വിൽ വർക്ക് ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സൈബർ എത്തിക്സുകൾ. എന്താണ് സൈബർ എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ദാറ്റ് വി നീഡ് ടു ഫോളോ വൈൽ യൂസിങ് എ സൈബർ എൻവയോൺമെന്റ്. ഫസ്റ്റ് വൺ, പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ. അതായത് ഒരാളുടെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യാൻ നോക്കുക, അനാവശ്യമായി അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. സെക്കൻഡ് വൺ, സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്യുക. അത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻഫർമേഷൻ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ നോക്കുക. ഒരുപാട് ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകൾ എവിടെയും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ. അത് നമ്മളുടെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം? ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി, അവോയ്ഡ് സൈബർ ബുള്ളിങ് ആൻഡ് ഹേറ്റ് സ്പീച്ച്. അതുപോലെ മിസ്ഇൻഫോർമേഷൻ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഫേക്ക് ഐഡന്റിറ്റീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. എപ്പോൾ ചെയ്യുമ്പോഴും തിങ്ക് ബിഫോർ യു പോസ്റ്റ്, തിങ്ക് ബിഫോർ യു ആക്ട്. ഓക്കെ, അത് എപ്പോഴും ഓൺലൈൻ ഉണ്ടാവും. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദെയർ അറ്റ് സം ആരുടെയും കയ്യിൽ ഇത് ഉണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് ഇന്റർനെറ്റ്, റൈറ്റ്? തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് ഒരാളുടെ കോപ്പിറൈറ്റ് ലോസ് റെസ്പെക്ട് ചെയ്യുക, അനാവശ്യമായി പൈറേറ്റഡായിട്ടുള്ള കണ്ടന്റ്സ് ഷെയർ ചെയ്യാതിരിക്കുക, ഒറിജിനൽ ആരാണോ അവർക്ക് അവരുടെ ക്രെഡിറ്റ് കൊടുക്കുക. ദെൻ ആൻറ്റിവൈറസ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക, പാസ്വേഡ്സ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുക, പബ്ലിക് വൈഫൈസ് യൂസ് ചെയ്യാതിരിക്കുക, ഇഫ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ VPN യൂസ് ചെയ്യുക, അനാവശ്യമായുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയാസ്പദമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ ഹാക്കിങ്, ഫിഷിങ്, മാൾവെയർ ക്രിയേഷൻ നമ്മളായിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ വേറൊരാളെ ചീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ അവോയ്ഡ് ട്രോളിങ് ആൻഡ് സൈബർ ബുള്ളിങ്. നമ്മൾ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എവിടെയെങ്കിലും കണ്ടാൽ വി ഷുഡ് റിപ്പോർട്ട് ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡോണ്ട് പ്ലാജറൈസ് ഓർ ആക്ട് ചീറ്റ്. ഒരിക്കലും ഒരാളുടെ കോപ്പി അടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ സൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് കൃത്യമായി പറയാൻ നോക്കുക. അനാവശ്യമായ ഫാൾസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കുക. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ട് ഷുഡ് ബി ഡിഫറെൻറ്റ്, സോ ദാറ്റ് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത് സെക്യൂർ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസിലൂടെ മാത്രം ചെയ്യുക. സെല്ലേഴ്സിനെ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന മുന്നേ സെല്ലേഴ്സിനെ വെരിഫൈ ചെയ്യുക. ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആക്ഷൻസിന് be responsible. These are the main things you need to follow while using a cyber tool or a cyber software or in the ഇന്റർനെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും അവെയർ ആയിട്ടിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്യൂരിറ്റി ആസ്പെക്ട്സ്. എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ തുടങ്ങി നമ്മുടെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് എന്ന് പറയുന്നതാണ് അടുത്തത്. ഫസ്റ്റ് വൺ, എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സ്ട്രോങ് പാസ്വേഡ്സ് ആണ്. അതാണ് ആദ്യത്തെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് തിങ്. അത് എന്ത് ചെയ്യും? അൺഓതറൈസ് ആയിട്ടുള്ള ആക്സസ് പ്രൊട്ടക്ട് ചെയ്യും, അല്ലെ? അൺഓതറൈസ് ആക്സസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. മെയിനായിട്ട് കോംപ്ലക്സിറ്റി, അപ്പർ കേസ്, ലോവർ കേസ്, നമ്പർ, സിമ്പിൾ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാവാൻ. ഐഡിയലി ഒരു 12+ ക്യാരക്ടേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായത് പിന്നെ നമുക്ക് ഡിക്ഷണറി വേർഡ്സ്, നമ്മുടെ റിലേറ്റബിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള വേർഡ്സ് യൂസ് ചെയ്തിരിക്കുക. ആൻഡ് ഓൾസോ സ്ട്രോങ് പാസ്വേഡ്സ് എപ്പോഴും ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് മൾട്ടി ഫാക്ടർ അല്ലെങ്കിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഒരു പാസ്വേഡിന് മുകളിൽ നമ്മൾ വേറൊരു പാസ്വേഡ്സ് കൊടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സംതിങ് പാസ്വേഡ്സ് ക്യാൻ ഇൻക്ലൂഡ് പാസ്വേഡ് കൊടുക്കാം, സ്മാർട്ട് മോഡ്സ്, ബയോമെട്രിക്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആസ് എ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ആയിട്ട് കൊടുക്കാം. ദിസ് വിൽ റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ലൂസിങ് അവർ ഡാറ്റ. ഓക്കെ, നമ്മുടെ ഡാറ്റ നമ്മൾ ലൂസ് ചെയ്യുന്നതിന് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇഫ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ. ഓക്കെ, തേർഡ് വൺ എൻക്രിപ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് നമ്മൾ ഡാറ്റയെ ഒരു അൺറീഡബിൾ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഒരു കീ ഒന്നും ഇല്ലാണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രോസസ് കോൾഡ് എൻക്രിപ്ഷൻ. നമുക്ക് 2 രീതിക്ക് എൻക്രിപ്ഷൻസ് ഉണ്ട്, സിമെട്രിക്, അസിമെട്രിക്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സിമെട്രിക് എന്ന് പറഞ്ഞാൽ സെയിം കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് അയക്കുമ്പോൾ അതിനെ മാറ്റി വേറെ എന്തെങ്കിലും സിമ്പിൾസ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. തിരിച്ച് ഇത് ഞാൻ കൊടുക്കുന്നത് വേറൊരാൾക്കാണെന്ന് വെച്ചാൽ ആ ആൾ റിസീവ് ചെയ്യുന്ന ആളും ഇതേ സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ അതിനെ കുറച്ച് ക്ലൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, കീസ് പോലെ കൊടുത്തിട്ടുണ്ടാവും. ആ കീ വെച്ചിട്ട് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, അസിമെട്രിക് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കീ പെയർസ് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ നടത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റ കോൺഫിഡൻഷ്യലി നമ്മൾ സ്റ്റോറേജിൽ കൊടുക്കുന്നതാണ് ഡാറ്റ അറ്റ് റെസ്റ്റ് എന്ന് പറയുക. ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ സമയത്ത് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ഡാറ്റ ഇൻ ട്രാൻസിറ്റ്. സ്റ്റോറേജ് ഇരിക്കുമ്പോൾ ഡാറ്റ അറ്റ് റെസ്റ്റ്, ട്രാൻസ്മിഷൻ നടക്കുന്ന ഡാറ്റ ഇൻ ട്രാൻസിറ്റ്, ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ,
ഇനി സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് പറഞ്ഞാൽ HTTPS, SSL, TLS അങ്ങനത്തെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട് അല്ലേ. നമ്മുടെ ഡാറ്റേനെ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സെക്യൂർ പ്രോട്ടോകോൾസ്. ഓക്കെ, ഈ അനാവശ്യമായി നമ്മൾ ഇടയിൽ പറഞ്ഞില്ലേ, മാൻ ഇൻ ദ മിഡിൽ യൂസ് ഡ്രോപ്പിംഗ് ചെയ്യാതെ ലിസൺ ചെയ്യാനും ഡാറ്റ ടാമ്പറിങ് ചെയ്യണം, അൺഓതറൈസ് ആയിട്ട് മോഡിഫൈ ചെയ്യാതിരിക്കണം, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ഈ സെക്യൂർ പ്രോട്ടോകോൾസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഹൈലൈറ്റ് വൺ, ദറ്റ് ഈസ് കോൾഡ് ബ്ലോക്ക് ചെയിൻ. ഓക്കെ, നമുക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുക. ഓക്കെ, എന്താണ് അതിന്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ, വൺസ് നമ്മളൊരു ഡാറ്റ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡാറ്റ നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് എ ജനറൽ അഗ്രിമെന്റ്. ഒരു ജനറൽ അഗ്രിമെന്റ് ഇടാൻ നമുക്ക് അതിന്റെ ഡാറ്റ മാറ്റാൻ പറ്റില്ല. ഓക്കെ, സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ കൊണ്ട് ഇത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. പിന്നെ യൂസസ് ഹാഷ് ഫംഗ്ഷൻ ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോർ ഇന്റഗ്രിറ്റി ആത്തന്റിക്കേഷൻ. നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും ഹാഷ് ഫംഗ്ഷൻസും ഒക്കെയാണ് യൂസ് ചെയ്ത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻലി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടും സ്മാർട്ട് കോൺട്രാക്ടിന് വേണ്ടിയിട്ടും സപ്ലൈ ചെയിനും ക്രിപ്റ്റോ കറൻസിക്കൊക്കെ നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നമ്മൾ വൃത്തിക്ക് വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലെഡ്ജർ ആണ്. അത് ഇൻഫർമേഷൻ ബ്ലോക്ക് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ആൻഡ് ആ ബ്ലോക്സ് ലിങ്ക് ടുഗദർ ലൈക്ക് എ ചെയിൻ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ സ്പെഷ്യൽ ഇൻഫർമേഷനും വി കോൾ ഇറ്റ് ആസ് എ ബ്ലോക്ക് ആൻഡ് ദേ ആർ ലിങ്ക് ടുഗദർ. അതിനാണ് നമ്മൾ എന്താ പറയുക, ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആയിട്ടോ ഒരു റെക്കോർഡ് ആയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഒരു ഇനഫ് ഡാറ്റ ഉണ്ടായാൽ, അതായത് ഒരു ഇനഫ് ഡാറ്റ ഉണ്ടായിരിക്കണം, വൺസ് ദെയർ ഈസ് ഇനഫ് ഡാറ്റ ഇറ്റ് വിൽ ബിക്കം എ ബ്ലോക്ക്. ഓക്കെ, ഓരോ ബ്ലോക്കിനും ഒരു യുണീക് കോഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഹാഷ് എന്ന് വിളിക്കുക. ഒരു ബ്ലോക്ക് വേറൊരു പ്രീവിയസ് വണ്ണിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. Once added, the block is permanent and cannot be changed. Once it is created, it cannot be changed. That's how it works. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് വിളിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇനഫ് ഡാറ്റ വന്നാൽ നമ്മൾ അതിനെ ബ്ലോക്ക് എന്ന് വിളിക്കും. ബ്ലോക്കിൽ ഒരു ഇനി കോഡ് കൊടുക്കുന്നുണ്ട്, അതിനെ നമ്മൾ ഹാഷ് എന്ന് വിളിക്കും. ഒരു ബ്ലോക്ക് എപ്പോഴും പ്രീവിയസ് ആയിട്ടുള്ള ഒരു കോഡായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. വൺസ് ദ ബ്ലോക്ക് ഇസ് ഡിഫൈൻഡ് വി കനോട്ട് ആൾട്ടർ ഇറ്റ്. അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യാണ്, നമുക്കതിൽ എഡിറ്റ് ചെയ്യാനും പറ്റില്ല, ഇറേസ് ചെയ്യാനും പറ്റില്ല. വൺസ് ഇറ്റ് ഈസ് റിട്ടേൺ, നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ പേജസ് ആഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് ബ്ലോക്ക് ചെയിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീസെൻട്രലൈസ് ആണ്, ഒരു പ്ലേസിലല്ല സ്റ്റോർ ചെയ്യുന്നത്, കോപ്പീസ് ഉണ്ട് അക്രോസ് ദ വേൾഡ്, മെനി കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് ഈസ് ഷെയർഡ്. ഓക്കെ, ഇമ്മ്യൂട്ടബിൾ, ഡാറ്റ കനോട്ട് ബി ചേഞ്ച്, ഒരിക്കലും ചേഞ്ച് ചെയ്യാം. വൺസ് ഇറ്റ് ആഡ് ഇറ്റ് ആഡ്, അത്രേ ഉള്ളൂ. എവരിവൺ ഇൻ ദ നെറ്റ്വർക്ക് ക്യാൻ സീ ദ ഡാറ്റ, അതായത് എവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത് ഡാറ്റ നമുക്ക് കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആണ്. യൂസ് ക്രിപ്റ്റോഗ്രഫി, അതായത് സീക്രട്ട് കോഡ്സ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഡീസെൻട്രലൈസ് ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, സെക്യൂർ ആണ്. ഈ സം റിയൽ വേൾഡ് യൂസസ് ആണ് ക്രിപ്റ്റോ കറൻസിക്ക്, അതായത് ട്രാൻസാക്ഷന്റെ ട്രാക്കിംഗ് കണ്ടുപിടിക്കാൻ, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. സപ്ലൈ ചെയിൻ, ട്രാക്ക് വേർ ദ പ്രൊഡക്ട്സ് കെയിം ഫ്രം, എവിടെ നിന്നാണ് ഈ പ്രൊഡക്ട്സ് വന്നത്, എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി സപ്ലൈ ചെയിനിൽ യൂസ് ചെയ്യുന്നത്. വോട്ടിംഗ് സിസ്റ്റത്തിന് ട്രാൻസ്പെറന്റ് ആയിട്ട് ടാമ്പർ പ്രൂഫ് ആയിട്ട് ഇലക്ഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഐഡന്റിറ്റി, നമ്മൾ ആരാണ്, നമ്മുടെ വിത്തൗട്ട് പാസ്വേഡ് നമുക്ക് അറിയാൻ പറ്റുന്നതൊക്കെ ബ്ലോക്ക് ചെയിനിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഏരിയകളിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻസ് ആണ്, സ്റ്റാർട്ടിങ് ഫ്രം ദ പാസ്വേഡ്സ് ടിൽ ബ്ലോക്ക് ചെയിൻ ആണ് നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ആയിട്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു യൂസർ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് നമ്മളൊരു ചേഞ്ച് ആക്കിയിട്ട് അതിനെ നമ്മളൊരു എൻക്രിപ്ഷൻ നടത്തി ഒരു ടെക്സ്റ്റ് ആക്കുന്നു. ആ ടെക്സ്റ്റ് ക്ലൗഡിലേക്ക് പോകുന്നു ബ്ലോക്ക് ചെയിൻ ത്രൂ. അത് ഓക്കെ, അതിൽ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ബ്ലോക്ക് ചെയിൻ വിൽ എൻക്രിപ്ഷൻ ഒരു കീ ഉണ്ട്, കീ വെച്ചിട്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് തിരിച്ച് അഗെയിൻ അത് എന്ത് ചെയ്യും, ക്ലൗഡിലേക്ക് പോയി സ്റ്റോർ ആവും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓൾസോ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് മൊത്തത്തിൽ എന്താ പറഞ്ഞാൽ, സൈബർ സെക്യൂരിറ്റിനെ പറ്റിയും സൈബർ എത്തിക്സിനെ പറ്റിയും, അതുപോലെ തന്നെ സൈബർ എത്തിക്സിലും സൈബർ സെക്യൂരിറ്റിയിലുള്ള എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡാറ്റ പ്രൊട്ടക്ഷനിലേക്ക് ഉണ്ടാക്കിയ പല രീതികൾ എന്തൊക്കെയായിരുന്നു, പാസ്വേഡ്സ്, മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ കാര്യങ്ങൾ, എൻക്രിപ്ഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. താങ്ക് യു.